ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. കുറേ നാളായില്ലേ നമ്മൾ ഇങ്ങനൊരു ലെങ്തി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നതാ ഒരു സ്പെഷ്യൽ വീഡിയോയാണ്, കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാനല്ല കുക്ക് ചെയ്യുന്നത്, ചേട്ടനാണ് കേട്ടോ. ചിക്കൻ മുളകിട്ടതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് കാഷ്യൂനട്ടൊക്കെ അരച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ നമ്മളവിടെ എല്ലാ പൊടികളും ചേർത്തിട്ട് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിതാ അതിൻ്റെ ഇടയ്ക്ക് ഒരു കരൾ വറുത്തത് ചേട്ടൻ എനിക്കെടുത്ത് തന്നതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വറുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മളത് തിന്ന് തീർക്കുന്നതായിരിക്കും. അപ്പോൾ അതാ സാനുവും ശിവ കൂടി ഉണ്ട്. സാനു ഒന്ന് സ്കൂളിൽ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. ആൾക്ക് ചെറിയൊരു വയ്യായി ഉണ്ട്, അപ്പോൾ ഒന്ന് പോയിട്ടില്ല. അപ്പോൾ ആ കരൾ ഞങ്ങൾ 3 പേരും കൂടി തിന്ന് തീർത്തിട്ടുണ്ട്. സാനു ഇതാ ഇന്ന് ക്ലാസ്സിൽ പോകാത്ത കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ശിവുവിനും കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഇതാ കരളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ കാഷ്യൂനട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ആദ്യം കുറച്ച് ചേർത്തപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറച്ചും കൂടി വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇതാ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു. സവാളയും പച്ചമുളകൊക്കെ ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ദാ ഇവിടെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പകുതി നമ്മൾ വറുത്ത് കഴിഞ്ഞു. പച്ചമുളക് ഞാനെടുത്തത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ആശാൻ എന്നെ കൊണ്ട് വീണ്ടും അരിയിപ്പിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ തക്കാളി ഇതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും പച്ചമുളകും സവാളയും ഇതാ അരിഞ്ഞ് പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ അപ്പോഴത്തേക്കും സാനുവും ശിവവും കൂടി അടുത്ത വീട്ടിലെ ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇത് പഞ്ചാമൃതം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിതാ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ചേട്ടൻ തന്നെയായിട്ട് ചെയ്യുന്നത്. ആ ചേട്ടനാകുമ്പോൾ കറക്റ്റ് അളവിൽ കറക്റ്റ് ഷേപ്പിലൊക്കെ അങ്ങോട്ട് അരിഞ്ഞ് തന്നോളും. എനിക്കങ്ങനെ കറക്റ്റായിട്ടൊന്നും അരിയാൻ അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിതാ ഞാൻ കുറച്ച് ഇഞ്ചി എടുക്കുവാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമല്ലോ. അപ്പോൾ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുവാണ്. ചേട്ടൻ അപ്പുറത്ത് ചിക്കൻ ബാക്കി കൂടി വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സവാള ഇടാൻ പോവുകയാണ്. അപ്പോൾ ചിക്കൻ വറുത്ത ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇഞ്ചി ആയിട്ടോ ആദ്യം ചതയ്ക്കുന്നത്. അത് നന്നായിട്ട് ചതച്ചിട്ട് ബാക്കി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ അതും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉരുളിയിലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ചേട്ടന് അതാണ് ഇഷ്ടം, ഉരുളിയിൽ വെക്കണമെന്ന് പറയും. നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറയും. അതൊരു വേറൊരു ലെവൽ ടേസ്റ്റാണെന്നൊക്കെയാണ് പറയും ഉരുളിയിൽ വെച്ച് കഴിഞ്ഞാൽ. സവാള പകുതി ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബാക്കിയിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് അവിടെ ഇരുന്ന് വാടട്ടെ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതും കൂടി അവിടെ നിന്ന് നന്നായിട്ട് വാടട്ടെ. അതിനുശേഷം നമ്മൾ ബാക്കി വന്ന ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത് ചതച്ച മുളകാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നമ്മുടെ എരിവിൻ്റെ പാകത്തിന്, ഇവിടെ എല്ലാവർക്കും നല്ല രീതിയിൽ എരിവ് വേണം. പിള്ളേരായാലും എരിവൊക്കെ കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മളങ്ങനെ ചതച്ച മുളക് കൂടി ഇട്ട് കൊടുക്കുവാണ്. മുളകൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ സവാളയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച കാഷ്യൂനട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. അങ്ങനെ നമ്മൾ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതിനകത്തൊരു കരൾ കണ്ടപ്പോൾ ചേട്ടൻ എടുത്ത് മാറ്റി വെച്ചതാണ് എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരെണ്ണം പൊടിയൊക്കെ ഇടുന്നതിന് മുമ്പ് കഴിച്ചില്ല. അപ്പോൾ ഇത് ഗ്രേവിയും കൂട്ടി കഴിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അതിനകത്തേക്ക് എടുത്തിട്ടതായിരുന്നു. അപ്പോൾ ആൾ വീണ്ടും അങ്ങനെ പറഞ്ഞപ്പോൾ തിരിച്ചതിനകത്തേക്ക് എടുത്തിട്ടു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് പാടില്ല കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ചേട്ടൻ വെച്ചുകൊണ്ടാണോ എന്നറിയില്ല, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എരിവും പുളിയും എല്ലാം പാകത്തിനായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
മല്ലിയില എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വേണമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ചങ്ങ് ഇട്ട് കൊടുത്തതാണ്. അതിനുശേഷം എന്താ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബായ്.